അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഷിമോഗയിലെത്തി. ഷിമോഗയിലെത്തി റൂമെല്ലാം എടുത്ത് ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം പറഞ്ഞില്ല ഫുള്ള് ഹമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാടി ചാടി ബാക്ക് ഒരു വിധമായി. അങ്ങനെ ഇപ്പം രാവിലെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി പോണത് ഗോവയിലേക്കാണ് പോണത്. പക്ഷേ ഏത് റൂട്ടാണ് പോകേണ്ടതെന്നുള്ളത് രാജാവ് ഞാനും കൂടി ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടേ തീരുമാനിക്കുള്ളൂ. നമ്മൾ മുന്നേ കൂട്ടി റൂട്ടൊന്നും ഫിക്സ് ചെയ്തിട്ടല്ല പോകണത്. അന്നന്ന് നിൽക്കുന്ന സ്ഥലത്ത് പിറ്റേ ദിവസത്തേക്ക് എങ്ങനെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യാം. ചിലപ്പോൾ ഹൈവേ ഒഴിവാക്കും, ചിലപ്പോൾ ഹൈവേയിലേക്ക് പോകേണ്ടി വരും, അങ്ങനെയൊക്കെ. അപ്പം റൂട്ട് കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് റൂട്ട് കൺഫേം ആക്കിയിട്ട് ഇറങ്ങും. നമ്മൾ ഷിമോഗയിൽ വിടുകയാണ്. കുറച്ച് ലേറ്റായി പോയി. അതായത് ഡിജി ലോക്കറിൽ ലൈസൻസൊക്കെ ചെക്ക് ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഇപ്പോൾ സമയം എത്രയായി? 11 മണിയാവും. 12 മണിക്കാണ് ഇറങ്ങാൻ നിൽക്കുന്നത്. ഒരു 7 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഗോവയിലേക്കാണ്. 400 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ കാർവാറെന്നോ പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ മേ ബി റൂം എടുക്കേണ്ടി വരും. ഡയറക്റ്റ് 400 പോകാൻ പറ്റും തോന്നുന്നില്ല. നമ്മുടെ കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. കന്നഡ സലീം മസ്രുവേനു, സലീം എന്ന പേര്. ചന്തു ഒരു രണ്ടാമതൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിങ്ക് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല പിങ്ക് ടീഷർട്ട് ഇട്ടിട്ട് 2 വർഷത്തിനുള്ളിൽ കല്യാണം ആവണ മനുഷ്യനാണിത്. പിങ്കുവിന് ഷാദി. ബെസ്റ്റ് ഓഫ് ലക്ക്. Okay. So this video I will post on Instagram and YouTube and Facebook also. Okay. I am just to share. Yes. All Karnataka ma. അപ്പോൾ അങ്ങനെ കുറച്ച് നിഷ്കളങ്കരായ പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പോവാണ്. ഓക്കെ. ഈ പ്ലേസ് നെയിം Sagar. Agrahara circle. അഗ്രഹാര സർക്കിൾ എന്നാണ് അത്ര. Okay, thank you. Bye. ഓക്കെ, ബൈ ബൈ. ഇംഗ്ലീഷിൽ പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാവില്ല. അതാണ് നമ്മളെ വണ്ടീനെ ഓരോരുത്തർ നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുംത എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. കുംത, KUMTA. കുംത എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ അടുത്ത ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ കർണാടക കഴിയാൻ വേണ്ടി നിൽക്കാൻ തോന്നുന്നുണ്ട്. കുറച്ചും കൂടി പോകാനുണ്ട്.
ട്രാവൽ ചെയ്തിട്ടാണ് ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അത്യാവശ്യം സമയമെടുത്ത് നല്ല ലോങ് ആയിട്ട് നമ്മൾ റൈഡ് ചെയ്തു. അപ്പം ഇപ്പോൾ ഗോവയിലാണുള്ളത്. ഓക്കെ, ഗോവയിലെ വാസ്കോഡ് ഗാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ നമ്മളെ രാജാവ് ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഗോവയിലെത്തി. ഇപ്പോൾ രാവിലെ എണീറ്റ് ഇപ്പോൾ ഒരു 10 മണിയായി രാവിലെ. നന്നായിട്ട് ഉറങ്ങി. കാരണം 400 അടുത്ത് കിലോമീറ്റർ നമ്മൾ ഇന്നലെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ക്ഷീണവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ റെഡിയായി, കുളിച്ച് റെഡിയായി ഇനിയിപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ എന്തെല്ലാം ഉള്ളത്, ബീച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാനൊന്നും കൂടുതൽ സമയമില്ല. പക്ഷേ മാക്സിമം ഒന്ന് ജസ്റ്റ് അവിടെ ഇവിടെ ഒന്ന് പോയി നോക്കട്ടെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി, ഇപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങി രാവിലെ ഒന്ന് കറങ്ങാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മളെ രാജാവ് ATMൻ്റെ ഉള്ളിലേക്ക് പൈസ എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. സംഗതി എന്താണെന്ന് വെച്ചാൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ശ്രദ്ധിച്ചത് ഡ്രസ്സ് തിരിച്ചായിട്ടിരുന്നത്. അപ്പം പിന്നെ വേറൊരു സ്ഥലമില്ല. അപ്പം നമ്മുടെ രാജാവ് ഇവിടെ പൈസ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ATMൻ്റെ ഉള്ളിലാണ്. അപ്പം പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ബസ്സാണ്, നമ്മൾ ബസ് സ്റ്റാൻഡാണ്, ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. ബസ്സൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. ഓക്കെ, പഴയ മോഡൽ ബസ്സാണ്. ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ? എല്ലാ ബിൽഡിങ്ങും ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗിയിലാണ്, പ്രത്യേക പെയിൻറ്, പഴയ ഒരു ടൈപ്പിലാണ് എല്ലാ ബിൽഡിങ്സും. കണ്ടോ കണ്ടോ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഇടിച്ച് പൊളിച്ച് പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളും വീടുകളൊക്കെ നമ്മൾ കെട്ടിയെങ്കിലും ഇവിടെ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ പഴമയെ സംരക്ഷിക്കുന്ന ഒരു ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ബസ് കണ്ടോ, ഒരു പ്രത്യേക തരം ബസ്സാണ്. ഒരു പഴയ പെയിൻ്റാണെങ്കിലും എല്ലാം അത്യാവശ്യം തുരുമ്പെല്ലാം പിടിച്ചിട്ടുണ്ട്, എന്നാലും സർവീസിലുണ്ട് സംഭവം. ഉണ്ടോ? അപ്പോൾ റൂമിൽ നിന്ന് ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ബീച്ചിലേക്ക് നടക്കാനുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാജാവ് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടാവും അത്യാവശ്യം തിരക്കും കാര്യങ്ങളുള്ള ഒരു ചെറിയൊരു സിറ്റിയാണ് വാസ്കോഡ് ഗാമ. പനാജി എന്നാണ് ശരിക്കും മെയിൻ ഇതിൻ്റെ തലസ്ഥാനം ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. നമ്മളതിന് മുമ്പ് വാസ്കോഡ് ഗാമ ബീച്ച് കണ്ടിട്ട് പനാജിയിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ നമ്മൾ ഗോവയിലെ ബൈന ബീച്ചിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ ക്യൂ നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ സ്പീഡ് ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ വലിയ ബോട്ടുണ്ട് ഇവിടെ. ബൈന ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്.
ചൂടുണ്ട്, അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. പിന്നെ രാവിലെ 11 മണി ആയിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കണം അത്ര റഷില്ല. നമുക്ക് വൈകുന്നേരം ഒന്ന് വന്ന് നോക്കണം സമയം കിട്ടുകയാണെങ്കിൽ. ബൈന ബീച്ചിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് റൂമിലേക്ക് നടക്കുകയാണ്. സംഭവം എന്താണെന്ന് പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നമ്മുടെ കോവളത്ത് ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പബ്ലിക്കിന്, നമ്മുടെ നാട്ടുകാർക്ക് വന്നിട്ട് ഒന്ന് പിന്നെ വാഷ്റൂമോ മറ്റേ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പബ്ലിക്കിന് ഒരു വൃത്തിയും വെടിപ്പുള്ളൊരു വാഷ്റൂം ഇല്ല എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഗവൺമെൻറ് വിചാരിച്ചാൽ അവിടെ വാഷ്റൂം വെക്കാൻ പറ്റും. ലേഡീസിന് മാത്രമല്ല, നമുക്കെല്ലാം ഒന്ന് കുളിച്ച് കയറാനും എല്ലാം. പിന്നെ ഉണ്ട് അതിൻ്റെ അവസ്ഥ കോവളത്തുള്ളത് നിങ്ങൾ പോയാൽ മനസ്സിലാക്കാൻ പറ്റും. വളരെ പരിതാപകരം. 5 രൂപ എന്തോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നടക്കും. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയും എന്താ പറയുക, ഭയങ്കര പത്തറ്റിക് തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഗോവയിൽ വന്നാൽ എന്തൊക്കെയോ മലമറിച്ച സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇപ്പം ഈ ബൈന ബീച്ചിലെ ഫസ്റ്റ് വന്നിട്ടുള്ളത്. അവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്ന ആ ഒരു ബാത്റൂം പോലും ഇവിടെ ഇല്ല. അതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ ലേഡീസിനോ ആർക്ക് വേണം ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പബ്ലിക്കായിട്ടുള്ളൊരു പിന്നെ ഒരു ധാബ മറ്റേ ഇതുണ്ട്, എന്താ പറയുക, ഒരു വൈൻ ഷോപ്പ് അല്ലെങ്കിൽ ഡ്രിങ്ക്സും സ്നാക്സും ഫുഡെല്ലാം കിട്ടുന്നൊരു ഓല മേഞ്ഞൊരു സംഭവമുണ്ട്. അവരുടെ ഒരു ബാത്റൂമിലേക്ക് വേണം ഈ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം വരാൻ വേണ്ടി. അപ്പം ഇവിടെ വന്നപ്പം ഒരു ഫസ്റ്റ് ധാരണ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ബൈന ബീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവളത്തിൻ്റെ ഒരു 4-1 പോലും വരുന്നില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. വലിയ അട്രാക്ഷൻസോ അല്ലെങ്കിൽ വലിയ പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ ഫോറിനേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒരു സംഭവങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഞാൻ പറയുമ്പം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഞാൻ റിയലായിട്ട് പറയുന്ന കാര്യമാണ്. ഏതോ ഈടുവഴികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റൂമിലേക്ക് പോകണം. നല്ല വെയിലുണ്ട്. തേങ്ങാക്കൊല വേണ്ട, എവിടേക്കോ എന്തൊക്കെയോ പണികളും പരിപാടികളൊക്കെ ഉണ്ട്. രക്ഷയില്ല. നടക്കന്നെ അങ്ങോട്ട്. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴികളിലൂടെ ഞാൻ രാജാവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈബൊന്നും കിട്ടുന്നില്ല. ഇനി വൈകുന്നേരം വല്ല വൈബുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ ഗോവയോട് വിട പറയാണ്. ഇന്നലെ രാവിലെ പോയത് വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞ ബീച്ചിലാണ്. പറഞ്ഞിരുന്നു, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, വളരെ മോശമായിരുന്നു. നമ്മൾ ഗോവ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ വന്നിട്ട് എന്താ പറയുക, ഇതാണോ ഗോവ എന്ന് തോന്നിപ്പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് വൈകിട്ട് ഞങ്ങൾ പ്ലാൻ ബി പിടിച്ചു. ഒരു ബാഗ എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്, ബാഗ, BAGA, ബാഗ ബീച്ച്. ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ എന്തോ നമ്മുടെ വാസ്കോ ഡ ഗാമയിൽ നിന്നുണ്ട്. ഞങ്ങൾ ടാക്സി വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ബാഗ ബീച്ചിൽ പോയപ്പം എല്ലാ പരിപാടികളും അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഗോവ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഗോവയുടെ ആ ഒരു നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ അടിപൊളി ആ സംഭവം സെറ്റ് ബാഗയിലായിരുന്നു. ബാഗയിൽ കണ്ണ് തള്ളിപ്പോയി. രാത്രി 4 മണി വരെ, 4:30ക്കാണ്, രാത്രി 4 മണിക്കാണ് ഇറങ്ങിയത്. അറിയാമല്ലോ. അപ്പം ഗോവ കൊണ്ട് എന്താണോ ആ ഒരു നൈറ്റ് ലൈഫ്, വൈബ്, പൊളി സെറ്റ് സംഗതികൾ എല്ലാം, നിങ്ങൾ ഗോവയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ നേരെ ബാഗ ബീച്ചിലേക്ക് പോകണം. ഓക്കെ, അവിടെ റൂംസ് കാര്യങ്ങളൊന്നും അറിയില്ല, ഉണ്ടോ ഇല്ലയോ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ ഇവിടുന്ന് റൂം എടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി ടാക്സിക്ക് തിരിച്ചിങ്ങോട്ട് വന്നാണ്. പക്ഷേ
അതുകൊണ്ട് കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ. വേറെ ലെവൽ. ഇനി അതിനു വേണ്ടി അല്ലെങ്കിൽ ബാഗയ്ക്ക് വേണ്ടി ഒരു ദിവസം വരേണ്ട ഒരു സംഗതികൾ, ഒരു ദിവസമല്ല 1-2 ദിവസം ഉള്ള സംഗതികളെല്ലാം ഉണ്ട്. മീൻസ് ആ ഒരു വൈബ് ഒരു രക്ഷയില്ല. അപ്പം ബാഗ എന്താണെന്നുള്ളത് യൂട്യൂബിലോ അവിടെ അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഇതുവരെ ഞങ്ങളും ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. രാജാവ് ഇതെല്ലാം സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം എനിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പൊളിയായിരുന്നു, വൈബായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങുകയാണ്. രാജാവ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പോണത് എവിടെയാണ്? ബോംബെയിലേക്കാണ് പോണത്. ബോംബെയിൽ പൻവേലിലേക്കാണ് പോണത്. അപ്പോൾ ഒരു 4-5 കിലോമീറ്റർ, 4-5 മണിക്കൂറിൻ്റെ ട്രാവലിംഗ്. 10 മണിക്കൂർ, 585 കിലോമീറ്റർ, ഏകദേശം 10 മണിക്കൂറിൽ മേലെ, 10 എന്നല്ല അതിന് മേലെ ഉണ്ട്. പോകുന്നിടത്തോളം പോവാം എന്നുള്ള രീതിയിലാണ്. മാക്സിമം നല്ല റോഡാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ.